ലോക ഫുട്ബോളിലെ ഇതിഹാസ താരം ലയണൽ മെസ്സിയെ കേരളത്തിൽ എത്തിക്കുമെന്ന പ്രഖ്യാപനത്തിന്റെ മറവിൽ കൊച്ചിയിലെ കലൂർ ജവഹർലാൽ നെഹ്റു ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ നടന്നുവന്ന നവീകരണ പ്രവർത്തനങ്ങൾ വലിയ വിവാദങ്ങളിലേക്കും രാഷ്ട്രീയ കോളിളക്കത്തിലേക്കും വഴിവെച്ചിരിക്കുകയാണ്. മെസ്സിയെയും അർജന്റീന ടീമിനെയും കേരളത്തിലെത്തിക്കാൻ മുൻകൈയെടുത്ത റോജി അഗസ്റ്റിൻ, ആൻഡോ അഗസ്റ്റിൻ, ജോസുകുട്ടി അഗസ്റ്റിൻ എന്നീ അഗസ്റ്റിൻ സഹോദരങ്ങൾക്കെതിരെയാണ് പുതിയ ആരോപണങ്ങൾ ശക്തമായിരിക്കുന്നത്. ഈ സഹോദരങ്ങളുടെ മുൻകാല ചരിത്രവും വ്യക്തമായ സാമ്പത്തിക സ്രോതസ്സുകളെ കുറിച്ചുള്ള ദുരൂഹതയും ചേർന്നപ്പോൾ 70 കോടി രൂപയോളം ചെലവ് വരുന്ന സ്റ്റേഡിയം നവീകരണ കരാറിന് പിന്നിൽ ദുരൂഹമായ സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടോ എന്ന ചോദ്യം ഉയരുകയാണ്. നവംബറിൽ മെസ്സിയുടെ നേതൃത്വത്തിലുള്ള അർജന്റീന ടീം കൊച്ചിയിലെ സൗഹൃദ മത്സരം കളിക്കുമെന്നായിരുന്നു പ്രധാന സ്പോൺസറായ ആൻഡോ അഗസ്റ്റിന്റെ പ്രഖ്യാപനം. ഈ മത്സരത്തിനായി കലൂർ സ്റ്റേഡിയത്തെ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്താനായി 70 കോടി രൂപയുടെ നവീകരണമാണ് ഇവർ ഏറ്റെടുത്തത്. ഗ്രേറ്റർ കൊച്ചിൻ ഡെവലപ്മെന്റ് അതോറിറ്റിയുടെ ഉടമസ്ഥയിലുള്ള സ്റ്റേഡിയം നവീകരണത്തിനായി സ്പോർട്സ് കേരള ഫൗണ്ടേഷനാണ് സ്വകാര്യ സ്ഥാപനത്തിന് കൈമാറിയത്. എന്നാൽ നവംബറിലെ മത്സരം റദ്ദാക്കിയതോടെ നവീകരണത്തിന്റെ മറവിലെ ദുരൂഹതകൾ പുറത്തു വരാൻ തുടങ്ങി. 70 കോടി രൂപ ചെലവ് വരുന്ന ഇത്രയും വലിയൊരു കരാർ ഏറ്റെടുത്തിട്ടും ഇതിന് വ്യക്തമായ ഒരു രേഖാമൂലമുള്ള ഉടമ്പടി പൊതുജനത്തിന് മുന്നിൽ വെളിപ്പെടുത്താൻ അധികൃതർ തയ്യാറാകുന്നില്ല എന്നതാണ് പ്രധാന ആരോപണം. സ്റ്റേഡിയം നവീകരണത്തിനായി മരങ്ങൾ മുറിച്ചു കടത്താനുള്ള ശ്രമങ്ങൾ നടന്നുവെന്നും നിർമ്മാണത്തിന് പിന്നിൽ നിയമപരമായ നടപടിക്രമങ്ങൾ പാലിച്ചില്ലെന്നും എറണാകുളം MP ഹൈബി ഈഡൻ ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ നേതാക്കൾ ആരോപിച്ചു. കളിയുടെ മറവിൽ സ്റ്റേഡിയത്തിന്റെ നടത്തിപ്പ് അവകാശം ദീർഘകാലത്തേക്ക് സ്വന്തമാക്കാനുള്ള നീക്കമാണ് നടന്നതെന്നും കേരള സർക്കാരിലെ ഉന്നതരുടെ ഒത്താശയോടെയാണ് ഈ ദുരൂഹ ഡീൽ നടന്നതെന്നുമാണ് പ്രതിപക്ഷത്തിന്റെ പ്രധാന വിമർശനം. ഈ സാഹചര്യത്തിൽ ഈ നിലപാടിനെ കുറിച്ച് കേന്ദ്ര ഏജൻസി സമഗ്രമായ അന്വേഷണം നടത്തണമെന്ന ആവശ്യം ഉയർന്നിട്ടുണ്ട്. മെസ്സിയെ കൊണ്ടുവരാൻ രംഗത്തെത്തിയ അഗസ്റ്റിൻ സഹോദരങ്ങളുടെ സാമ്പത്തിക ശേഷിയിലും വിശ്വാസത്തെയിലും സംശയം പ്രകടിപ്പിച്ചാണ് കൂടുതൽ ആരോപണങ്ങൾ ഉയരുന്നത്. റോജി അഗസ്റ്റിൻ, ആൻഡോ അഗസ്റ്റിൻ, ജോസുകുട്ടി അഗസ്റ്റിൻ എന്നിവർക്ക് മുൻകാല കാലങ്ങളിൽ സാമ്പത്തിക തട്ടിപ്പ്, വഞ്ചന, നിയമലംഘനം തുടങ്ങിയ നിരവധി കേസുകളിൽ പങ്കാളിത്തം ഉണ്ടായിരുന്നു. ഇവരുടെ വിവാദങ്ങളുടെ പട്ടിക തുടങ്ങുന്നത് ഏഷ്യൻ മോട്ടോഴ്സ് പോലുള്ള സ്ഥാപനങ്ങളിൽ നിന്നാണ്. എന്നാൽ ദേശീയ ശ്രദ്ധ ആകർഷിച്ച ഇവരുടെ തട്ടിപ്പ് ശ്രമം 2016 മാംഗോ ഫോൺ എന്ന പേരിൽ മൊബൈൽ നിർമ്മാണ കമ്പനി പ്രഖ്യാപിച്ചതോടെയാണ്. ആപ്പിളിനെയും സാംസങ്ങിനെയും വെല്ലുന്ന ഒരു ഇന്ത്യൻ ബ്രാൻഡിനെ അവതരിപ്പിക്കുമെന്നായിരുന്നു പ്രഖ്യാപനം. എന്നാൽ കയ്യിൽ പണമില്ലാതെ വെറും വാക്കുകളും മാധ്യമ പരസ്യങ്ങളുമായി ഇവർ നാട്ടുകാരെയും നിക്ഷേപകരെയും പറ്റിക്കാൻ ശ്രമിക്കുകയായിരുന്നു. കൊച്ചിയിലെ ഓഫീസിന്റെ കറന്റ് ബില്ല് പോലും അടയ്ക്കാൻ കഴിയാത്ത ദയനീയ അവസ്ഥയിലായിരുന്നു ഈ സ്ഥാപനം. കോടികളുടെ പരസ്യം നൽകിയ ലോഞ്ചിങ് ചടങ്ങിന് ഒരുങ്ങുന്നതിനിടെ മറ്റൊരു സാമ്പത്തിക തട്ടിപ്പ് കേസിൽ അറസ്റ്റിലായതോടെയാണ് മാംഗോ ഫോൺ തട്ടിപ്പ് പുറം ലോകം അറിഞ്ഞത്. മാംഗോ ഫോൺ വിവാദത്തിന് പുറമെ അഗസ്റ്റിൻ സഹോദരങ്ങൾക്കെതിരെ നിരവധി ബാങ്ക് തട്ടിപ്പ് കേസുകളും ആരോപണങ്ങൾ നിലവിലുണ്ട്. ബാങ്ക് ഓഫ് ബറോഡയിൽ നിന്ന് 2,65,00,000 രൂപയും SBTയിൽ നിന്ന് 13 കോടി രൂപയും തട്ടിയ കേസുകളിൽ ഇവർ പ്രതികളാണ്. കൂടാതെ ഹോളിഡേ ഇൻ ഹോട്ടലുമായി ബന്ധപ്പെട്ട കേസുകളിലും ഇവർ ആരോപണങ്ങൾ നേരിടുന്നുണ്ട്. എന്നാൽ ഏറ്റവും ഒടുവിൽ രാജ്യവ്യാപകമായി ശ്രദ്ധ നേടിയ കേസ് വയനാട്ടിലെ മുട്ടിൽ മരമുറി കേസായിരുന്നു. വനഭൂമിയിലെയും ആദിവാസികളുടെ ഭൂമിയിലെയും വിലയേറിയ മരങ്ങൾ അനധികൃതമായി മുറിച്ചു കടത്തിയ കേസിൽ ഈ സഹോദരങ്ങൾ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നുണ്ട്. ഈ കേസുകളിൽ അന്വേഷണം തുടരുന്നതിന് ഇടെയാണ് യാതൊരു സാമ്പത്തിക സുതാര്യതയുമില്ലാത്ത ഒരു സ്ഥാപനം 70 കോടി രൂപയുടെ സ്റ്റേഡിയം നവീകരണം ഏറ്റെടുക്കാൻ മുന്നോട്ട് വന്നത്. മെസ്സിയുടെ പേരിൽ നടന്നത് കേരളത്തിലെ കായിക പ്രേമികളുടെ വികാരത്തെ ചൂഷണം ചെയ്തുകൊണ്ടുള്ള ഒരു ദുരൂഹ ബിസിനസ് ഇടപാട് എന്നതാണ് പ്രതിപക്ഷം ശക്തമായി ആരോപിക്കുന്നത്. യഥാർത്ഥത്തിൽ മെസ്സിയുടെ കേരള സന്ദർശനം ഫിഫയുടെ ഷെഡ്യൂളിൽ ഉണ്ടായിരുന്നില്ലെന്നും ഫിഫ നിലവാരം ഉറപ്പില്ലാത്ത ഒരു സ്റ്റേഡിയം നവീകരിക്കുന്നതിന്റെ മറവിൽ മറ്റെന്തോ ലക്ഷ്യങ്ങൾ ഒളിപ്പിച്ചു വെച്ചാണ് ഈ സഹോദരങ്ങൾ പ്രവർത്തിച്ചതെന്നുമാണ് ആരോപണങ്ങളുടെ സാരം. നിലവിലെ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ കരാർ കാലാവധി നവംബർ 30 അവസാനിക്കുമ്പോൾ നവീകരണം പൂർത്തിയാക്കി സ്റ്റേഡിയം GCDAക്ക് തിരികെ നൽകുമെന്ന് ആൻഡോ അഗസ്റ്റിൻ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നാൽ പൊതുമുതലും കായിക മേഖലയിലെ സുതാര്യതയും ചോദ്യം ചെയ്യപ്പെടുന്ന ഈ സാഹചര്യത്തിൽ ആരോപണങ്ങളിൽ കേന്ദ്ര ഏജൻസി അന്വേഷണം വേണമെന്ന ആവശ്യം ശക്തമായി തുടരുകയാണ്. കേരളത്തിൽ നടന്നു വരുന്ന ഏതാനും ചില ഉന്നതതല സാമ്പത്തിക ഇടപെടലുകളുടെ ദുരൂഹതകളിലേക്കാണ് ഈ മെസ്സി ഡീൽ വിരൽ ചൂണ്ടുന്നത്.